അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിമാസമുള്ള ചെറിയ ഒരു നിക്ഷേപത്തിലൂടെ, ഒരു ചെറിയ ഫിനാൻഷ്യൽ ആക്ഷനിലൂടെ നിങ്ങൾക്ക് 55 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാണ്. ഇത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ടോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്ന ആവശ്യത്തിനായിട്ടോ, ഇനി അതുമല്ല ഏർലി റിട്ടയർമെന്റ് ചെയ്യണമെങ്കിലോ ഈ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വെറും സ്വപ്നം മാത്രമാണ്, നടക്കുന്ന കാര്യമല്ല എന്ന്. പക്ഷെ ഒരിക്കലുമല്ല, ഇത് 100% പോസിബിൾ ആണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് അടുത്ത 5 വർഷത്തിനുള്ളിൽ 55 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. നമുക്ക് എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടാവും. അതായത് ഇത്ര വർഷത്തിനുള്ളിൽ എനിക്ക് ഇന്ന കാര്യം സാധ്യമാക്കണം. ഒന്നുകിൽ ഒരു വീട് വെക്കണം എന്നായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം എന്നതായിരിക്കും, അതല്ലെങ്കിൽ മകളുടെ വിവാഹം, അതും അല്ലെങ്കിൽ ഏർലി റിട്ടയർമെന്റ്. അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ ഗോൾസ് നമ്മൾ എല്ലാവരും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തകിടം മറിയുകയാണ് പൊതുവായി നമ്മൾ കാണുന്ന ഒരു സിനാരിയോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്നിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു വസ്തുവിന്റെ, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ടാഗ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങും. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ ആൻഡ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 55 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇത് ലോട്ടറി എടുത്തുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ കാണിച്ചുകൊണ്ടോ ഒന്നുമല്ല, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിലൂടെയാണ്. സോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സിനാരിയോയിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ആളുകളും ഒന്നിക്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് തേടി പോകുന്നു, അതല്ലെങ്കിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള പക്ഷേ ക്വിക്ക് റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് തേടി പോകുന്നു. ഇത്തരത്തിലുള്ള 2 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളിലാണ് ആളുകൾ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. സോ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ ടൈം ഫ്രെയിം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 5 വർഷമാണ്. ഈ 5 വർഷം നിങ്ങൾ ഇക്വിറ്റി ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇക്വിറ്റി ഫണ്ടുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. സോ മാർക്കറ്റിന്റെ പെർഫോമൻസിന് അനുസരിച്ച് നിങ്ങളുടെ റിട്ടേൺ കൂടാനും സാധ്യതയുണ്ട്, അതുപോലെ തന്നെ കുറയാനും സാധ്യതയുണ്ട്. ഇവിടെ യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയും നമുക്ക് ഉറപ്പ് ലഭിക്കില്ല, നമുക്ക് ഉറപ്പ് നൽകാനും പറ്റില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്കീമിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 5 വർഷ കാലയളവിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിട്ടേൺ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്. കാരണം മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് PPF ആവട്ടെ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാവട്ടെ, അതല്ല എന്തെങ്കിലും തരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ, ഗവൺമെന്റ് സ്കീമുകൾ, ഇവയിൽ ഏതുമാവട്ടെ ഗ്യാരണ്ടി 100% ഉറപ്പാണ്. പക്ഷേ റിട്ടേൺ എന്ന് പറയുന്നത് അത്ര കണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല. അവിടെയാണ് ഹൈബ്രിഡ് ഫണ്ടുകളുടെ പ്രാധാന്യം. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 65% ഇക്വിറ്റിയിലേക്ക് പോകുന്നു നിങ്ങളുടെ പണം വളരുന്നതിനായിട്ട്. അതേസമയം ബാക്കിയുള്ള 35% ഡെറ്റിലേക്കാണ് പോകുന്നത്. ഇതെന്തിനാണ്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രോത്ത് ലഭിക്കുന്ന, നമ്മുടെ പണം മാർക്കറ്റിനനുസരിച്ച് വളരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ റിസ്ക് അതിനകത്തുണ്ട്. ആ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബാക്കിയുള്ള 35% ഡെറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സോ അതിനായിട്ട് പ്രധാനമായിട്ട് 2 സ്റ്റെപ്പുകളാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ്, രണ്ടാമത്തേത് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ്. ഈ ഒരു മിക്സ് ഉണ്ടായത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇക്വിറ്റിയുടെ ഗ്രോത്തും അതുപോലെ തന്നെ ഡെറ്റിന്റെ ഒരു സ്റ്റെബിലിറ്റിയും, അതായത് കുറഞ്ഞ റിസ്ക്കും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു സമാനമായ അനുപാതത്തിൽ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മീഡിയം ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗോളുകൾക്ക് ഹൈബ്രിഡ് ഫണ്ടുകളാണ് ഏറ്റവും മികച്ചത് എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ എങ്ങനെയാണ് നമ്മൾ 55 ലക്ഷം എന്ന് പറയുന്ന ഒരു കോർപ്പസിലേക്ക് അല്ലെങ്കിൽ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തുന്നത്? ഇത് മാർക്കറ്റിന്റെ ടൈമിംഗ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടല്ല, അതുപോലെ തന്നെ പെർഫെക്റ്റ് ടൈമിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടുമല്ല, മാത്രമല്ല അടുത്ത ഹോട്ട് സ്റ്റോക്കിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടുമല്ല. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് ഫ്രീ മെത്തേഡ് എന്ന് പറയുന്നതാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മാർക്കറ്റിന്റെ അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് ഒരു മാസം ഒരു നിശ്ചിത തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ SIP എന്ന് പറയുന്നത്. ഇന്ന് വളരെ കോമൺ ആയിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് SIP. ആളുകൾ ഇന്ന് കൂടുതലും ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് വിട്ടുകൊണ്ട് SIP പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിലേക്ക് ഇന്ന് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഇത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ശീലം ഉളവാക്കുകയും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല കാലക്രമേണ നിങ്ങളുടെ പണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് മെത്തേഡും ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്താണ്. നമുക്ക് എങ്ങനെയാണ് ഇതിൽ കണക്കുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. 5 വർഷത്തിനുള്ളിൽ 55 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമുക്കൊന്ന് പരിശോധിച്ചാലോ. എക്സ്പെക്റ്റഡ് ആനുവൽ റിട്ടേൺ, അതായത് പ്രതീക്ഷിക്കുന്ന പ്രതിവർഷ റിട്ടേൺ എന്ന് പറയുന്നത് 8% ആവുന്ന സമയത്ത് പ്രതിമാസം 74,358 രൂപ നമ്മൾ 5 വർഷത്തേക്ക് SIPയിൽ ഇടേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ല എക്സ്പെക്റ്റഡ് ആനുവൽ റിട്ടേൺ 10% ആവുന്ന സമയത്ത് 70,438 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം.
12% ആകുമ്പോഴേക്കും 66,678 രൂപയാണ് നമ്മൾ SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് SIP ഫോർമുല കണക്ക് കൂട്ടിക്കൊണ്ടുള്ളതാണ്. അതായത് കൃത്യമായിട്ട് എല്ലാ മാസവും ഈ ഒരു മെൻഷൻ ചെയ്ത തുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു 55 ലക്ഷം രൂപയുടെ കോർപ്പസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ഫണ്ട് എക്സ്പെൻസസും ഉൾപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ ഒരു ഗോളിലേക്ക് എത്തുന്നതിനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ പവർഫുള്ളുമായിട്ടുള്ള ചില സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നെവർ സ്കിപ്പ് യുവർ SIP. മാർക്കറ്റിന് എന്ത് ക്രാഷ് സംഭവിച്ചാലും അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് എന്ത് ദുരന്ത വാർത്ത വന്നു കഴിഞ്ഞാലും ഒരു തരത്തിലും നമ്മൾ SIP സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അതല്ല, എന്തെങ്കിലും സാഹചര്യവശാൽ ചില മാസം നിങ്ങൾക്ക് SIP ചെയ്യുന്നത് മുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഒരു മാസം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം നിങ്ങളുടെ കയ്യിൽ വന്നില്ല എന്നാണെങ്കിൽ അടുത്ത മാസം നിങ്ങൾ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ 10,000 രൂപയാണ് എല്ലാ മാസവും SIP-യിൽ അടക്കുന്നത്. പക്ഷേ ഒരു മാസം നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ആ മുടങ്ങിയ മാസത്തിന്റെ 10,000 അടക്കം 20,000 രൂപ അടുത്ത മാസം അടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആദ്യം പറഞ്ഞ ആ ഒരു കോർപ്പസിലേക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ. ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സോണാണ്. നമുക്ക് എമർജൻസി ഫണ്ട് നമുക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും എമർജൻസി വന്നാൽ, എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എമർജൻസി നമുക്ക് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ കുറച്ച് പണം നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണം. ഒരു വർഷത്തെ ശമ്പളം, നിങ്ങളുടെ ഒരു വർഷത്തെ ശമ്പളം എത്രയാണോ അത് 1 ലക്ഷമാവട്ടെ, 2 ലക്ഷമാവട്ടെ, 3 ലക്ഷമാവട്ടെ, ഈ SIP-യെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു എമർജൻസി ഫണ്ട്, അത് ഒരു വർഷത്തെ സാലറി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും റെഡി ആയിട്ടുണ്ടായിരിക്കണം. ഇൻഫ്ലേഷൻ നമ്മൾ ഓർത്തിരിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ 55 ലക്ഷം ആയിരിക്കില്ല 5 വർഷം കഴിഞ്ഞാലുള്ള 55 ലക്ഷം. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും നിങ്ങളുടെ ഗോൾ ഒന്ന് റിവൈസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അതേ എക്സ്പെൻസസ് ആണോ 5 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയമോ ഉണ്ടാകാം, നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം 70,000 അല്ലെങ്കിൽ 60,000 ഒക്കെ എങ്ങനെയാണ് പ്രതിമാസം നമ്മൾ SIP-യിൽ അടക്കുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് 10,000 രൂപയോ 15,000 രൂപയോ SIP ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ 55 ലക്ഷം രൂപ എന്ന് പറയുന്ന ഗോൾ കുറച്ച് കുറയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാലും മികച്ച റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അതല്ല, 5 വർഷം വളരെ കുറഞ്ഞ സമയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യമാണ്. നിങ്ങൾ ആ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് കാലം കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ വലിയൊരു കോർപ്പസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗോളിലേക്ക് നമ്മൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, അത്തരത്തിലുള്ള ഒരു ഗോൾ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ SIP നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനം കൂടുന്നതിന് അനുസരിച്ച് നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടാൻ നിങ്ങൾ മറക്കരുത്. കാരണം നിങ്ങൾ 1000 രൂപയാണ് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ അടുത്ത വർഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വരുമാനമുണ്ട്. ആ സമയത്ത് 1000 എന്നുള്ളത് 2000-ഓ 5000-ഓ ആക്കാൻ നോക്കുക. ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടത്തുന്ന സമയത്ത് പണപ്പെരുപ്പവും ടാക്സും മൈൻഡ് ചെയ്യാത്തത് മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ആണ്. മാത്രമല്ല, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഗോളുകൾക്ക് ഹൈ റിസ്കി ആയിട്ടുള്ള ഇക്വിറ്റികൾ തിരഞ്ഞെടുക്കാതിരിക്കുക. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി ഇൻവെസ്റ്റർമാരെക്കാൾ 90% മുകളിലാണ് എന്ന് തന്നെ പറയാം. സോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റ് റിസ്കിന് അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഈ വീഡിയോ വെറും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഏത് സ്കീം തിരഞ്ഞെടുക്കുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറിൽ നിന്നും ഉപദേശം തേടാവുന്നതുമാണ്. നിങ്ങൾ ഓർക്കുക, ഫണ്ടുകളുടെ പഴയകാല പെർഫോമൻസ് നിങ്ങൾക്ക് എപ്പോഴും റിട്ടേൺ തരുന്നു എന്ന് ഉറപ്പ് തരുന്നില്ല. നിങ്ങളുടെ പേഴ്സണൽ റിസ്കിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഗോളുകൾക്കും അടിസ്ഥാനമാക്കി അതിന് ഉതകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് മികച്ച ഒരു കോർപ്പസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? 55 ലക്ഷം എന്ന് പറയുന്ന ഒരു കോർപ്പസ് എങ്ങനെയാണ് 5 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ 55 ലക്ഷമല്ല, അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ കണക്കായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, SIP ചെയ്യാം. ഇനി അതല്ല, പ്രതിമാസം SIP അടക്കാൻ അത്ര കണ്ട് എമൗണ്ട് എടുക്കാൻ ഇല്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ വളരെ ചെറിയ SIP നിങ്ങൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഗോളുകൾ വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റായും രേഖപ്പെടുത്താവുന്നതാണ്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. Bosswala. Be the boss.